കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മതവിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സേവനം ചെയ്യുന്നുണ്ട്. 11,000 മദ്രസകൾ കേരളത്തിലും അകത്തും പുറത്തും വിദേശത്തുമായിട്ട് നടക്കുന്നുണ്ട്. അതോടുകൂടെ മറ്റു പല സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കീഴിൽ തന്നെയാണ്. അതിലുപരിയായി ഇപ്പോൾ നഴ്സറി ഘട്ടത്തിലേക്ക് അടുത്ത കാലത്ത് ഒരു 10 കൊല്ലമായിട്ടാണ് സമസ്ത കടന്നു വരുന്നത്. നഴ്സറി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയതും വിദ്യാഭ്യാസ മിഷനൊക്കെ വീക്ഷണത്തിൽ കുട്ടികൾ ഓടി നടന്ന് വീട്ടിലും കുടുംബത്തിലൊക്കെ നടന്ന് മുറ്റത്ത് കളിച്ച് പഠിക്കണം എന്നുള്ളതാണ്. അതായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ആ നിലക്കാണ് 5 വയസ്സായ കുട്ടികൾക്കാണ് മദ്രസ സംവിധാനിച്ചത്. എന്നാൽ പിന്നീട് മറ്റു പലരും നഴ്സറി വിദ്യാഭ്യാസം തുടങ്ങി. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായ ഒരു തത്വം നമുക്കുണ്ട്. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായിട്ട് നമ്മൾ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കും. അതിൻ്റെ അർത്ഥം ആദ്യമായി കുട്ടി കേൾക്കുന്നത് അല്ലാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് ഇങ്ങനെയുള്ള ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകണം കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ പഠിക്കേണ്ടതും കേൾക്കേണ്ടതും. ആ ഒരു സംവിധാനം നമ്മൾ അംഗീകരിച്ചു വരുന്നതാണ്. ഇസ്ലാമിന്റെ ഒരു നിയമവുമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് ബാങ്കും കാമത്തും മാത്രം കേട്ടാൽ പോരല്ലോ. ബാക്കിയുള്ള ജീവിതത്തിൽ കുട്ടികൾ കേൾക്കുന്നത് ഇസ്ലാമികമായ അന്തരീക്ഷത്തിന്റെ സാഹചര്യങ്ങളായിരിക്കണം കേൾക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതും ഒക്കെ. ആ അടിസ്ഥാനത്തിൽ നമ്മളെ കുട്ടികളെ 5 വയസ്സ് വരെ നമ്മൾ എവിടെയും പഠിപ്പിക്കുന്നില്ല. വീട്ടിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നൊക്കെ പഠിക്കുകയാണ്. 5 വയസ്സായ മദ്രസയിലേക്ക് ചേർക്കുന്നു. അപ്പൊ അതിന്റെ ഇടക്കാണ് നഴ്സറി വിദ്യാഭ്യാസം പലരും നടത്താൻ തുടങ്ങിയത്. അത് ഇസ്ലാമിന്റെ മുറ്റത്തല്ലാതെ ഇസ്ലാമിന്റെ പുറത്തുള്ള കാര്യങ്ങൾ അടക്കമുള്ള സംസ്കാരങ്ങൾ നൽകുന്ന ഒരു സംവിധാനം മാറി. അപ്പോഴാണ് സമസ്ത അനിവാര്യമായി ഇത് മനസ്സിലാക്കിയത്. നമുക്കും അത് തുടങ്ങണം. നാട്ടിൽ ചേർന്നത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് നടുക്കണം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് അൽബിറിന് തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാഹ്, അൽബിർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിന്റെ അനുഭവസ്ഥർക്ക് അത് രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ ഒരു പേരക്കുട്ടി ഇതുപോലെ പഠിക്കുന്നു. ആ കുട്ടി എൻ്റെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ എൻ്റെ കൂടെയാണ് കിടക്കുക. ചെറിയ 4 വയസ്സായ കുട്ടി. അദ്ദേഹം ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ബാബിച്ചി ചൊല്ലിയോ? കിടക്കുമ്പോൾ എന്നോട് ചോദിക്കുക, ബാബിച്ചി ചൊല്ലിയോ? എന്താ മോനെ ചെല്ലേണ്ടത്? ബിസ്മിക റബ്ബി വലായത്തു ജംബി എന്ന് കുട്ടി എനിക്ക് ചൊല്ലിത്തരാണ്. 3.5 വയസ്സ് 4 വയസ്സാണ് കുട്ടികൾ. അങ്ങനെ അൽബിറിന്റെ സംവിധാനം അതാണ്. ഭൗതികമായിട്ട് മറ്റ് KG-കളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന വിഷയങ്ങളൊക്കെ വളരെ ബ്രൈറ്റ് ആയിട്ട് തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് പുറമെയാണ് കുട്ടി നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട ദിക്റുകളും ദുആകളും അതേ പ്രകാരം പിന്നെ ഖുർആൻ സൂറത്തുകൾ വരെ പലതും മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ. അതായത് 5 വയസ്സിൽ മദ്രസ ചേർക്കുന്നതിന് മുമ്പ് 2 കൊല്ലം കൊണ്ട് കുട്ടികൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ പഠിച്ചു വരുന്നു. പിന്നീട് ആ കുട്ടികളെ 2ാം ക്ലാസ്സിലാണ് നമ്മൾ മദ്രസയിൽ ചേർക്കുന്നത്. അത് പുറമെ പൊതുപരീക്ഷ ഇപ്പം നടക്കുന്ന 5ാം ക്ലാസ്സാണ്. ആ 5ാം ക്ലാസ്സിന്റെ പരീക്ഷ ഈ സർട്ടിഫിക്കറ്റ് ഈക്വലാക്കിയിട്ടുണ്ട് സമസ്ത വിദ്യാഭ്യാസ ബോർഡ്. ഈക്വലാക്കി മാത്രമല്ല 2 പരീക്ഷയും കൂടെ നോക്കുമ്പോൾ ഈ കുട്ടികൾ അറബിയിലാണ് ആൻസർ ചെയ്യുക. സാധാരണ മദ്രസയിലെ കുട്ടികൾ അവർ പഠിച്ച മലയാളത്തിൽ ചെയ്യുമ്പോൾ ആ നിലക്കൊക്കെ ഒരു ഉയർന്ന നിലവാരം ഇസ്ലാമിക വിഷയത്തിൽ കുട്ടികൾക്ക് ഉണ്ടായിത്തീരുന്നു. വളരെ അച്ചടക്കം ഉണ്ടാവുന്നു. ഈ കുട്ടികൾ പഠിക്കുന്നത് മാത്രമല്ല, ഉമ്മയും ബാപ്പന്റെ ഒക്കെ കൂടെ ഭക്ഷണത്തിനിരുന്നാൽ കുട്ടികൾ പറയും വിസ്മി ചെല്ലണം എന്ന് പറഞ്ഞ് വിസ്മി ചെയ്തിട്ടാണ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. രക്ഷിതാക്കളുടെ യോഗമുണ്ട്, ഉമ്മമാരുടെ യോഗമുണ്ട്, മാനേജ്മെന്റിന്റെ യോഗമുണ്ട്, ടീച്ചർമാരുടെ യോഗമുണ്ട്. അങ്ങനെ പല സംവിധാനത്തിൽ കൂടെ ഇതിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ കുടുംബം വളരെ ശക്തമായി കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെ കുട്ടികളൊക്കെ നഴ്സറി ചേർക്കുന്നുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ ഉള്ള ഏത് നഴ്സറിയിലാണ് അവർ ചേർക്കലാണ്. അത് അൽബിറുണ്ടെങ്കിൽ അവിടെ ചേർക്കാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെയാണ് ചേർക്കേണ്ടത്. മറ്റു നഴ്സറിയിൽ കിട്ടുന്ന വിഷയങ്ങൾ പൂർണ്ണമായി കിട്ടുന്നതോടുകൂടെ എവിടെ നിന്നും കിട്ടാൻ ഈ ദീനിയായ ഉലൂമുകൾ ആ സംസ്കാരം കിട്ടുന്നത് നമ്മുടെ അൽബിറിലാണെന്ന് ബോധം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇവയിൽ ഇപ്പൊ അബൂദാബിയിൽ ഇവിടെയാണ് തുടങ്ങിയത്.